ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പരസ്യമായി പ്രകടനത്തിനിറങ്ങി. ഖുദ്സ് ദിനവുമായി ബന്ധപ്പെട്ട പലസ്തീൻ അനുകൂല പ്രകടനത്തിലാണ് പെസഷ്കിയാൻ പങ്കെടുത്തത്. അലി ലാരിജാനി, മുഹമ്മദ് അസ്ലമി തുടങ്ങിയ നേതാക്കളും പ്രകടനത്തിൽ പങ്കെടുത്തു. ബി കെ സുഹൈൽ വിശദാംശങ്ങൾ നൽകും. സുഹൈൽ, പ്രസിഡന്റ് തന്നെ നിരത്തിലിറങ്ങി പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ഒരു ദൃശ്യമാണ് ഇറാൻ ടെഹ്റാനിൽ ഏറ്റവും ഒടുവിലായി കാണുന്നത്. രണ്ടാഴ്ച പിന്നിടുന്ന ഈ യുദ്ധത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പരിണിതി എങ്ങനെയാണ്? ഇപ്പോഴത്തെ പ്രസിഡന്റിനടക്കം നിലപാടുകൾ എങ്ങനെ കാണും? സൈഫുദ്ദീൻ, ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ തെഹ്റാനിൽ നിന്ന് പുറത്തു വരുന്നത്. സാധാരണ രീതിയിൽ എല്ലാ റമദാനിലെയും അവസാനത്തെ വെള്ളിയാഴ്ച ഖുദ്സ് ദിനമായി ആചരിക്കാറുണ്ട്. ഫലസ്തീന് വേണ്ടി ഇറാനിയൻ ജനത തെരുവിലിറങ്ങാറുണ്ട്. ആ പ്രകടനത്തിൽ ഇപ്പോഴിതാ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. പെസഷ്കിയാൻ ജനങ്ങൾക്കിടയിൽ നടക്കുന്നു, ആളുകൾ സെൽഫി എടുക്കുന്നു. ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം ഇറാനിയൻ നേതാക്കളായ അലി ലാരിജാനി, അതേപോലെ തന്നെ മുഹമ്മദ് അസ്ലമി തുടങ്ങിയ നേതാക്കൾ കൂടി ഈ പ്രകടനത്തിലുണ്ട്. സാധാരണ ഇറാനിലെ ജനങ്ങളുടെ എല്ലാവരുടെയും കൂടെ തന്നെയാണ് ഈ പ്രകടനമുണ്ട്. ഏറ്റവും നിർണായകമായ കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ മാർച്ച് 10-ന് ശേഷം പൊതുദിനത്തിലെവിടെയും കാണാനില്ല എന്ന വാർത്ത സജീവമായി നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇറാന്റെ പ്രസിഡന്റ് പരസ്യമായി തന്നെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രകടനം നടത്തുന്നു. ഫലസ്തീനു വേണ്ടി മുദ്രാവാക്യം മുഴക്കുന്നു. ഏറ്റവും നിർണായകമായ കാര്യം ഈ പ്രകടനവും ഇറാനു വേണ്ടിയല്ല എന്നുള്ളതാണ്. ഇറാനു വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ പോലും അവരുടെ നിർണായകമായ വിഷയം ഫലസ്തീൻ വിഷയം ഉയർത്തിക്കാട്ടി ഈ പ്രകടനത്തിനിറങ്ങുമ്പോൾ അത് അറബ് ജനതയിൽ ആകെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത് വളരെ വലുതായിരിക്കും. കാരണം ഇറാന്റെ പ്രസിഡന്റ് തെരുവിലിറങ്ങുന്നത് അത് ഇറാനു വേണ്ടിയല്ല, അത് ഫലസ്തീനു വേണ്ടിയാണ്. സാധാരണ രീതിയിൽ അവസാനത്തെ വെള്ളിയാഴ്ച, റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഈ പ്രകടനം നടക്കാറുണ്ട്. ഇറാനിലെ ജനതയ്ക്ക് മാത്രമല്ല, ഈ അറബ് ജനതയിലാകെ ഖുദ്സ് ദിനമായി ഈ ദിവസം ആചരിക്കാറുണ്ട്. മിക്കവാറും തെരുവിലിറങ്ങാൻ പറ്റാവുന്ന ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം തന്നെ ആ തരത്തിലുള്ള പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇറാനിലിതാ അത്തരമൊരു പ്രകടനം നടക്കുന്നു. പ്രത്യേകിച്ചും പാശ്ചാത്യ മീഡിയയും അതേപോലെ തന്നെ ഇസ്രായേൽ അനുകൂല മീഡിയയും അവിടെയുള്ള ജനങ്ങളെല്ലാം അതേപോലെ തന്നെ ഭരണകൂടമാകെ ഭയപ്പാടിലാണ്. അവർ ജനതയെ തെരുവിലിട്ട് ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് എന്നെല്ലാം പറയുന്ന ഒരു ഘട്ടത്തിലാണ്. അതേപോലെ തന്നെ ഇറാനിയൻ ജനതയോട് ഇസ്രായേൽ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞിരുന്നത് അവരെല്ലാം കൊല്ലപ്പെടാൻ പോവുകയാണ്, ഇനി ഞങ്ങൾക്കൊപ്പം നിന്നോളൂ എന്ന സന്ദേശമാണ് നൽകിയിരുന്നത്. എങ്കിൽ ഇപ്പോൾ മസൂദ് പെസഷ്കിയാൻ നേരിട്ടിറങ്ങി യാതൊരുവിധ സുരക്ഷാ കവചമോ അല്ലെങ്കിൽ സൈന്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ സാധാരണ ജനങ്ങൾക്കിടയിൽ തെരുവിലിറങ്ങിയിരിക്കുന്നു. അവരെല്ലാവരും തന്നെ അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കുന്നു. ഇത് അറബ് ജനതയ്ക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു സന്ദേശം ഇപ്പോഴും ഈ ഘട്ടത്തിൽ പോലും ഫലസ്തീന്റെ കൂടെ നിൽക്കാനും അതേപോലെ തന്നെ ഖുദ്സിനു വേണ്ടി നിലനിൽക്കാനും ഉള്ളത് ഇറാൻ മാത്രമാണ് എന്നൊരു സന്ദേശം നൽകാൻ കൂടിയാണ്. സ്വാഭാവികമായും അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറുഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇത്ര വലിയൊരു യുദ്ധം നടക്കുമ്പോൾ എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കിയതിനു ശേഷം ഇത് നെതന്യാഹു തുടങ്ങി വെച്ചൊരു യുദ്ധമാണ്. അദ്ദേഹം എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. അമേരിക്കയെ രംഗത്തിറക്കിയിട്ടുണ്ട്. അയൺ ഡോം ഉണ്ട്, ധാഡുണ്ട്, പാട്രിയറ്റ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നിരത്തി വെച്ചതിന് ശേഷം തുടങ്ങിയ യുദ്ധം. എന്നിട്ട് പോലും ഇസ്രായേലിനുള്ളിൽ ഇറാന്റെ മിസൈലുകൾ വീഴുന്നു. അവിടെ നിരവധി കെട്ടിടങ്ങൾ തകരുന്നു. ടെൽ അവീവ് അടക്കമുള്ള തെരുവുകൾ നിന്ന് കത്തുന്നു. ആ തരത്തിലുള്ള വലിയ തിരിച്ചടികൾ ഇസ്രായേൽ നേരിടുകയും അദ്ദേഹം ബങ്കറുകളിൽ തന്നെ കഴിയുകയും ഒരിക്കൽ പോലും മാർച്ച് 10-ന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു വിഷ്വലോ ഇസ്രായേലിൽ നിന്ന് നമ്മൾ പുറത്തു കാണുന്നില്ല. ആ ഇടയിലാണ് ഈ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഉന്നതരായ നേതാക്കൾ അലി ലാരിജാനിയെ പോലെയുള്ള മുഹമ്മദ് അസ്ലമിയെ പോലെയുള്ള പ്രധാനപ്പെട്ട സുരക്ഷാ ഉപദേഷ്ടാവും അതേപോലെ ജുഡീഷ്യറിയൊക്കെ തലപ്പത്തുള്ള ആളുകൾ പോലും ഈ രംഗത്തേക്ക് ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ ഫലസ്തീനു വേണ്ടി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. അങ്ങേറ്റം ശ്രദ്ധേയമായ കാഴ്ചയാണ്. എന്ന് വെച്ചാൽ ടെഹ്റാന്റെ നഗരത്തിൽ ഏത് സമയവും ഒരു ബോംബോ മിസൈലോ നഗരത്തിൽ പതിച്ചേക്കാം. അവിടെയാണ് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ലാരിജാനിയും ഉൾപ്പെടെ പരസ്യമായി തെരുവിൽ ഇറങ്ങി ജനങ്ങളോടൊപ്പം പ്രകടനവും മുദ്രാവാക്യവും നടത്തുന്നത്. അതേസമയം അത് ബെന്യാമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിക്കുള്ള പച്ചയ്ക്കുള്ള വെല്ലുവിളിയും കൂടിയാണ്. കാരണം യുദ്ധം തുടങ്ങിയ ശേഷം ഇന്നേ വരെ നെതന്യാഹുവിനെ പുറത്താരും പകൽ വെളിച്ചത്തിൽ ആരും ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണെന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാന്റെ പ്രസിഡന്റും മറ്റ് പ്രധാനപ്പെട്ട മന്ത്രിമാരും അടക്കമുള്ളവർ പരസ്യമായി തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.